ദിവസങ്ങളിലായിട്ട് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നും സാക്ഷികളുടെ വലിയൊരു സമൂഹത്തെ അവരുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. और पिछले सप्ताह से लेकर हम लोग इब्रानियों का पत्री से जो है पढ़ाई कर रहा हूं. इब्रानियों का पत्री में जो गवाहों का बड़ा समूह के बारे में हम लोग पिछले बार देख चुका है. Praise the Lord. Praise the Lord. നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ജീവിതത്തിന്റെ ചില പ്രത്യേകതകളും അവർ നമ്മളോട് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ചില പ്രായോഗിക നിർദ്ദേശങ്ങളും നമ്മൾ കാണുവാനിടയായിത്തീർന്നു. We have seen some practical lessons from their life. और हम लोग जो है उन लोग का जिंदगी के बारे में कुछ प्रायोगिक बातों को हम लोग सीखा और उन लोग हमें जो है सिखाने वाला कई बातों को भी पिछले सप्ताह हम लोग सुना. പ്രധാനപ്പെട്ടതായ ഒരു ചിന്ത പറഞ്ഞുകൊണ്ട് I just wanted to move on to today's lesson. അവരാരും തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉള്ളവരായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. That's the reason why we don't want to call them heroes of faith. But instead, we are referring them as cloud of witnesses. അവരെ സാക്ഷികളുടെ ഒരു സമൂഹമായിട്ട് ദൈവം നമുക്ക് ചുറ്റും നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഫോക്കസ് ക്രിസ്തുവിലായിരിക്കണം. But at the same time, we can be encouraged by this cloud of witnesses. और इन लोग के बारे में जो बोलने के समय में एक बात हम लोग मन में रखना बहुत जरूरी है. इन लोग कोई भी व्यक्ति जो है सिद्धता तक नहीं पहुंचा, कोई भी व्यक्ति सिद्ध नहीं था और इसलिए हम लोगों को इन लोगों को सिद्ध व्यक्ति नहीं बुला सकता है और इन लोग का सिद्धता को हम लोग नहीं देखना. हमारा नजर जो है हमेशा जो सिद्ध करने वाला यीशु मसीह की ओर से हमेशा होना चाहिए. ये लोग सारा लोग सिद्ध नहीं है, लेकिन सिद्ध करने वाला यीशु मसीह हमारा जो है निशान है. Praise the Lord. ഇവരെല്ലാവരും വിശ്വാസത്തിൽ മരിക്കുവാനിടയായി തീർന്നു. എന്താണ് അവരുടെ വിശ്വാസത്തിന്റെ ആധാരം? നമ്മൾ കാണുവാനിടയായി ഒരു വ്യക്തിയിലുള്ള വിശ്വാസം. മാത്രമല്ല അവർ കാണാത്ത ഒരു നഗരത്തിനായിട്ട് അവർ കാത്തിരുന്നു. അങ്ങനെ വളരെ പ്രത്യാശയാൽ ജീവിതത്തിൽ പെർസിവിയർ ചെയ്ത് സഹിഷ്ണുതയോടെ മുന്നേറിയ ഒരു കൂട്ടം വ്യക്തികളെയാണ് നമ്മൾ എബ്രായ ലേഖനം 11 പഠിച്ചു വരുന്നത്. और इन लोग का जो है विशेषता ही है, लोग सब विश्वास में जो है अपना जीवन को अंत किया. लेकिन केवल विश्वास का बात नहीं, वे लोग विश्वास में रहने के वक्त में भी वे लोग जो है दूसरा एक राज्य के बारे में ये लोग आशा करता था. उसी राज्य का आशा रखते हुए ही वे लोग इस दुनिया छोड़कर चला गया. उसके बारे में पिछले सप्ताह हम लोग देखा. നമ്മൾ ഓരോ വ്യക്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടതായ കാര്യമെന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും ഐഡന്റിറ്റി ഇവർ ലോകത്തിൽ അന്യരും പരദേശികളുമാണെന്ന്, സ്ട്രേഞ്ചേഴ്സ് ആൻഡ് പിൽഗ്രിംസ് എന്ന് ഏറ്റുപറഞ്ഞ് ഒരു വിശ്വാസത്തിൽ മരിക്കുവാനിടയായിത്തീരുന്നത് കൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഈ ലോകവുമായി ബന്ധപ്പെട്ടതാകുവാൻ ഇടയായിത്തീരാതെ നമ്മളും ഈ ലോകത്തിൽ പരദേശികളാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര തുടരുവാനായിട്ട് ഇടയായിത്തീരാം. और इन लोग का दूसरा एक विशेषता मैंने जो बोला वो ये था कि उन लोग दूर से देखकर जो है वो शहर को देखकर आनंदित हुआ और ये मान लिया कि ये लोग जो है इस पृथ्वी पर परदेशी और बाहरी है. तो जब उन लोग जो है इस दुनिया में रहने के वक्त में परदेशी और बाहरी समझकर एक जीवन जिया है, तो हम लोगों का भी जिंदगी में हम लोग इस दुनिया में रहने के वक्त में हम ऐसा एक जीवन जीना चाहिए ताकि ये दुनिया का नहीं है हम, मगर हम एक परदेशी है या हम विदेशी है. हालेलुया. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുവാനിടയായിത്തീരണം. Never get settled in this world. Praise the Lord. We have to be moving on. അതാണ് എബ്രഹാമിന്റെയും ലോത്തിന്റെയും ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യം. നമ്മൾ എബ്രഹാമിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമ്മൾ വരുവാനിടയായിത്തീരും. ഇവിടെ ഒരു വാക്ക് പെട്ടെന്ന് പറഞ്ഞു കൊള്ളട്ടെ. എബ്രഹാം വാസ് എ മൂവിങ് along with the worship. എപ്പോഴും ഒരു ആൾട്ടർ, ഒരു കൂടാരം അടിച്ച് മാറി മാറി യാഗപീഠവുമായി മുന്നേറിയതായ എബ്രഹാം വേഴ്സസ് ലോത്ത്. This guy got settled. He became an establishment. പിന്നീട് നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ നെവർ ഗെറ്റ് എസ്റ്റാബ്ലിഷ്ഡ്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ താമസിക്കരുത് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. മെന്റലി നമ്മൾ ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി തീരരുത്. നമ്മൾ ഇവിടെ പരദേശികളാണ്. We are a movement here. तो इसलिए हम लोग जो है इस दुनिया में
सेटल होने के लिए नहीं बुलाया है परमेश्वर, मगर हम लोग जो है चलते जाना, हम इस दुनिया का नहीं है, ये सोच हमेशा हमारा मन में रहना बहुत जरूरी है। अब्राहम और लूत का जिंदगी हमें यही दिखाते हैं। अब्राहम जो है जाते रहने वाला एक व्यक्ति था। अब्राहम एक ही जगह में तंबू जो है लगाते हैं, इसके बाद कुछ समय के बाद वहां से तंबू निकाल कर दूसरा जगह में जाते हैं और वेदी भी लेकर जाते हैं, और जहां जो है उन्होंने तंबू लगाते हैं वहां पे वेदी बनाकर प्रभु को आराधना करते हैं। लेकिन कोई भी एक जगह में स्थायी तौर से अब्राहम नहीं रहा। लेकिन लूत का जिंदगी को देखिएगा तो पता चलेगा, लूत जो है एक जगह में गया, वहां पे स्थायी तौर से रहने के लिए, वहां पे जीने के लिए उन्होंने बहुत उत्सुक था और इच्छा किया। लेकिन अब्राहम ऐसा एक व्यक्ति नहीं था। उन्होंने जाते रहा, उनको पता चला कि इस दुनिया मेरा डेरा नहीं है। हालेलुया, Amen. Hallelujah. ഇന്ന് രാത്രികാലം ഹാബേലിന്റെ ജീവിതത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹാബേലിന്റെ ജീവിതത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. आज रात का जो है मनन के लिए हम लोग हाबिल का जिंदगी के बारे में हम लोग देखेंगे। जो हाबिल के बारे में 11 अध्याय में, इब्रानी का पत्र 11 अध्याय में अध्याय क्या कहते हैं? എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് വായിക്കാം. അതിന്റെ ഹിസ്റ്റോറിക്കൽ പശ്ചാത്തലം ലഭിക്കുന്നതിന് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 4-ന്റെ 1 മുതൽ 8 വരെയും വായിക്കാം. Genesis chapter 4 verse 1 to 8 and Hebrews chapter 11 3 and 4. और हम लोग जो है इस अध्याय को देखेंगे, 11 अध्याय, उसका 3 और 4 पद को हम लोग देखेंगे, और उसका इतिहास समझने के लिए हम लोग उत्पत्ति की किताब 4 अध्याय में हम लोग जाएंगे, उसका वजन भी हम लोग पढ़ेंगे। तो इब्रानी का पत्र 11 अध्याय 3 और 4 पद मैंने पढ़ूंगा। विश्वासी से हम जान जाते हैं कि सारे सृष्टि की रचना परमेश्वर के वचन के द्वारा हुई है, पर यह नहीं कि जो कुछ देखने में आता है वो देखी हुई वस्तुओं से बना हो। विश्वासी से हाबिल ने कईन से उत्तम बलिदान परमेश्वर के लिए चढ़ाया, और उसी के द्वारा उसके धर्मी होने के गवाही भी दी गई, क्योंकि परमेश्वर ने उसको भेंटों के विषय में गवाही दी, और उसी के द्वारा वो मरने पर भी अब तक बातें करता है। हम लोग उत्पत्ति के किताब में जाएंगे, जेनेसिस चैप्टर 4 वर्सेस 1 to 3. 1 to 8. उत्पत्ति की किताब 4 अध्याय 1 से लेकर 8 पद तक मैंने पढ़ेंगे, कृपया आप लोग ध्यान करें। जब आदम अपनी पत्नी हव्वा के पास गया, तब उसने गर्भवती होकर कईन को जन्म दिया और कहा, मैंने यहोवा की सहायता से एक पुरुष पाया है। फिर उसने उसके भाई हाबिल को भी जन्म दिया। हाबिल भेड़ बकरियों का चरवाहा बन गया, परंतु काइन भूमि पर खेती करने वाला किसान बना। कुछ दिनों के पश्चात काइन यहोवा के पास भूमि के उपज में से कुछ भेंट ले आया, और हाबिल भी अपने भेड़ बकरियों के एक पहिलौठा बच्चा भेंट चढ़ाने ले आया, और उसकी चर्बी भेंट चढ़ाई। तब यहोवा ने हाबिल और उसकी भेंट को तो ग्रहण किया, परंतु काइन और उसकी भेंट की उसने ग्रहण नहीं किया। तब काइन अधिक क्रोधित हुआ और उसके मुंह पर उदासी छा गई। तब यहोवा ने काइन से कहा, तू क्यों क्रोधित हुआ और तेरे मुंह पर उदासी क्यों छा गई? यदि तू भला करे तो क्या तेरा भेंट ग्रहण नहीं की जाएगी? और यदि तू भला ना करे तो पाप द्वार पर छिपा रहता है, और उसका लालसा तेरी ओर होगी, और तुझे उस पर प्रभुता करनी है। तब काइन ने अपने भाई हाबिल से कुछ कहा, और जब वे मैदान में थे, तब काइन ने अपने भाई हाबिल पर चढ़कर उसे घात किया। വളരെ പ്രധാനപ്പെട്ടതായ ഒരു ക്യാരക്ടറാണ് ഹാബേലിന്റെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്താണ് ഹാബേലിനെ കുറിച്ച് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്? എബ്രായ ലേഖനകർത്താവ് ഇവിടെ പറയുകയാണ്, ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ആബേൽ കയീനിനേക്കാൾ മെച്ചമായ ഒരു യാഗം അർപ്പിച്ചു. അതുകൊണ്ട് അവിടെ അവസാനിക്കുന്നില്ല. വിശ്വാസത്താൽ താൻ നീതിമാൻ എന്നുള്ളതായ, he was commended as righteous when God spoke well
of his offerings. और And by faith, Abel still speaks even though he is dead. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആബേലിൽ പ്രസാദിച്ചതായ ഒരു ദൈവമാണ്. വിശ്വാസത്താൽ ആബേൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട്. तो यहाँ पे इब्रानी का पत्री में हाबिल के बारे में हम लोग पढ़ते हैं, विश्वासी से हाबिल ने कईन से उत्तम बलिदान परमेश्वर के लिए चढ़ाया और उसी के द्वारा उसके धर्म होने के गवाही भी दी गई, क्योंकि परमेश्वर ने उसकी बेटों के विषय में गवाही दी और उसी के द्वारा वो मरने पर भी अब तक बातें करता है। तो हाबिल जो है विश्वास के द्वारा जो है आगे बढ़ा एक व्यक्ति है और उनके विश्वास के द्वारा परमेश्वर को प्रसन्न किया हुआ एक व्यक्ति है हाबिल। ये हम परमेश्वर के वचन से पढ़ते हैं। Praise the Lord. എന്നാൽ എന്തുകൊണ്ട് ദൈവം കയീന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല, എന്തുകൊണ്ട് ദൈവം ഹബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പല വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഹബേൽ രക്തം ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരു യാഗം അർപ്പിച്ചു, എന്നാൽ കയീൻ രക്തം ചൊരിച്ചിലില്ലാത്ത ഒരു യാഗമായതുകൊണ്ട് ദൈവം പ്രസാദിച്ചില്ല എന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. और कईन और हाबिल का जो है बलिदान का विषयों में काफी इंटरप्रिटेशन या व्याख्यान तो हम लोग सुनते हैं। उससे सबसे मुख्य जो है व्याख्यान यही होते हैं कि जब हाबिल जो है खून जो है निकलने वाला या खून के साथ जो है जब बलि चढ़ाया, लेकिन कईन का बलि में खून बहने का कोई भी चीज नहीं था और इसलिए परमेश्वर कईन का जो है बलि में जो है प्रसन्न नहीं हुआ। While that is a respected interpretation, but when we look at logically here, there is much more than that which we can learn from the sacrifice. ഒരു ഇന്റർപ്രിട്ടേഷൻ, ഒരു വ്യാഖ്യാനം അവിശ്വാസയോഗ്യമാണ് അല്ലെങ്കിൽ അംഗീകരിക്കത്തക്കതാണെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായ ചില കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും എബ്രായ ലേഖനത്തിൽ നിന്നും. അതിനേക്കാണ് ഞാൻ ഇന്ന് രാത്രി കാലം നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. हो सकता है हाबिल का जो बलिदान और कईन का बलिदान का अभी जो मैंने बताया जो व्याख्यान हमें अंगीकार कर सकता हूं, लेकिन उससे बेहतरीन और उससे उत्तम जो है कई बातों को इब्रानियों का पत्री से हम लोग जो है उन लोग के बारे में सीख सकता हूं और वो बेहतरीन बात के बारे में आज मैंने आपको समझाना चाहता हूं। കാരണം യാഗം എങ്ങനെ അർപ്പിക്കണം എന്നുള്ള ഒരു കൽപ്പന ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഹാബേൽ ഈ യാഗവുമായിട്ട് വന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും രക്തച്ചൊരിച്ചിലില്ലാത്ത യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയില്ല എന്നുള്ള ഒരു നിയമപ്രഖ്യാപനം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കയീനും രക്തച്ചൊരിച്ചിലുള്ള ഒരു മൃഗത്തെ കൊണ്ടുവരുവാൻ കയീന് യാതൊരു പ്രയാസവുമില്ല. അപ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ആഴമായ എന്തോ ഉണ്ടായിരുന്നു ആബേലിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. तो यहाँ पे हाबिल और कईन का जो है बलि चढ़ने का जो समय में परमेश्वर कभी भी कैसे बलि चढ़ाना है उसी के बारे में कोई भी तरह का नियम नहीं बताया गया था। अगर मान के चलिए उससे पहले बलि चढ़ाने से पहले ऐसा कोई नियम रहता कि आप लोग खून बहने वाला जो है बलि चढ़ाना है, तो जरूर कईन भी जो है कोई ना कोई जानवर को लेके आएंगे और कईन का जो है बलि में भी खून निकल जाएगा, तो दोनों का बलि बराबर रह सकता था। लेकिन हम लोग अभी ये देखेंगे कि खून बहने से ज्यादा कई चीज जो है हाबिल के अंदर में है, वो क्या है और किस कारण से परमेश्वर हाबिल का बलि को प्रसन्न किया है। വളരെ പ്രധാനപ്പെട്ടതായ ഒരു വാക്യം നമ്മളോട് കാണുകയാണ്. വിശ്വാസത്താൽ ആബേൽ കയീനിലേക്കാൾ മെച്ചമായ ഒരു യാഗം അർപ്പിച്ചു. അപ്പോൾ വിശ്വാസത്തിന് ഒരു പങ്ക് അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാനിടയാക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായി നമ്മളവിടെ കാണുന്ന ഒരു ഡിഫറൻസ്, വിശ്വാസത്തെ പ്രായോഗികമാക്കുവാൻ സാധിക്കാത്ത കയീനും
വിശ്വാസത്തെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്ന് കാണാത്തതായ ഒരു കാര്യത്തെ വിശ്വസിച്ച് ദൈവഹിതം മനസ്സിലാക്കുവാൻ തന്നെ തന്നെ സമർപ്പിച്ച ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുവാനിടയായി. Praise the Lord. और यहाँ पे हम लोग पढ़ते हैं विश्वास ही से हाबेल ने काइन से उत्तम बलिदान परमेश्वर के लिए चढ़ाया। तो यहाँ पे एक फर्क हम लोग यही दिखता है कि जब काइन जो है बलि चढ़ाया, लेकिन हाबिल जो है विश्वास के द्वारा जो है बलि चढ़ाया। जो बातों को हाबिल नहीं देखा उसको अनदेखी करते हुए, उस पर भरोसा रखते हुए, उस पर विश्वास करते हुए बलि चढ़ाने के लिए हाबिल जो है तैयार हो गया। ദൈവത്തിന്റെ മനസ്സറിയുവാൻ ഹാബേലിന് വിശ്വാസത്താൽ സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നമുക്കറിയാം, പുതിയ നിയമ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. കാരണം നമ്മൾ കാണുന്നതിന്റെ പിന്നാലെയല്ല നമ്മുടെ യാത്ര. നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കാണാത്തതായ ഒരു കാര്യമാണ് നമ്മൾ പിന്തുടരുന്നത്. പക്ഷെ അതേസമയം നമ്മുടെ മനസ്സിൽ ദൃഢമായ ഒരു നിശ്ചയമുണ്ട്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ലെങ്കിലും വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാബേൽ ആ വിശ്വാസ കണ്ണുകളെ ആക്ടിവേറ്റ് ചെയ്യുവാൻ, വിശ്വാസ കണ്ണുകളെ കൊണ്ട് താൻ ദൈവത്തിന് പ്രസാദമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവം ഹാബേലിനെ കൊണ്ട് സാധിപ്പിച്ചു. और यहाँ पे हम लोग नया नियम का विश्वासी लोग समझना चाहिए। बाइबल हमें कहते हैं कि विश्वास बिना परमेश्वर को प्रसन्न करना अनहोना है, और इसी कारण से हाबिल जो है परमेश्वर का दिल समझने वाला एक व्यक्ति था, प्रभु का हृदयों को समझने वाला एक व्यक्ति था। और परमेश्वर का हृदय में जो विश्वास करने का विषयों के बारे में हाबिल को समझकर परमेश्वर पर भरोसा रखते हुए, प्रभु जो व्यक्ति पर विश्वास करते हुए आगे बढ़ने के लिए कई हाबिल तैयार हो गया। और उस आधार पर जो है परमेश्वर के लिए बलि चढ़ाने के लिए जो है हाबिल तैयार हो गया। हालेलुया। അതുകൊണ്ട് തന്നെയാണ് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ദൈവം ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ, അവിടെ ആദ്യമായിട്ട് ദൈവം പ്രസാദിച്ചത് ഹാബേൽ കൊണ്ടുവന്നതിലല്ല, ഹാബേലിന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുവാനിടയായി തീർന്നു. The person first, then what he brings. तो यहाँ पे हम लोग उसका कारण और देखते हैं। उत्पत्ति किताब 4 अध्याय उसका 4था पद का आखिरी भाग में लिखा है, तब यहोवा ने हाबिल और उसकी भेंट को तो ग्रहण किया। तो वहां पे भेंट को परमेश्वर ग्रहण करने से पहले परमेश्वर हाबिल को ग्रहण किया है। तो कहने का मतलब है हाबिल जो लाया उसी को परमेश्वर ग्रहण करने से पहले, या उसी में प्रभु प्रसन्न होने से पहले परमेश्वर जो है हाबिल पर प्रसन्न हो गया, या हाबिल को प्रभु ने ग्रहण किया। हालेलुया। അത് മാത്രമല്ല, പിന്നീട് ദൈവം പറയുന്നു, കയീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് അപ്രൂവ് ചെയ്യുവാൻ പറ്റാത്ത, ദൈവം പ്രസാദിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒന്നും തന്നെ ദൈവം സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. God is looking for you than the things you bring to his presence. Hallelujah. Amen. तो यहाँ पे दूसरा बात हम लोग देखते हैं, वहां पे आगे लिखा है काइन और उसकी भेंट को उसने ग्रहण नहीं किया। उसका मतलब है काइन को परमेश्वर ने ग्रहण नहीं किया, और काइन का भेंट को भी परमेश्वर ने ग्रहण नहीं किया। जो चीज प्रभु जो है जो व्यक्ति को प्रभु ग्रहण नहीं कर सकता है, वो व्यक्ति कुछ भी लाएगा, क्या भी प्रभु के सामने चढ़ाएंगे, कुछ भी प्रभु के सामने चढ़ाएंगे, उसको भी परमेश्वर ग्रहण नहीं करेंगे। क्योंकि परमेश्वर के लिए व्यक्ति पर जो है प्राधान्यता है, व्यक्ति पर परमेश्वर पहले प्रसन्न होने की जरूरत है। हालेलुया। ഹാബേലിന്റെ ജീവിതത്തിൽ നിന്ന് 3 പ്രധാനപ്പെട്ട ചിന്തകളാണ് ഇന്ന് രാത്രികാലം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. പ്രായോഗികമായ ജീവിതം. കാരണം നമ്മൾ ഈ പഠിക്കുമ്പോഴെല്ലാം പ്രായോഗികതയിലേക്ക് വന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് പ്രായോഗികമായി നമ്മൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങൾ ഹാബേലിന്റെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിലത്തെ വചന ചിന്ത അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. तो आज का जो है मनन में हम लोग हाबिल का जिंदगी से 3 विश्वास का प्रायोगिक बात जो है मैं बोलकर आज समाप्त करना चाहता हूं। अगर
ये जो है प्रायोगिक तौर से हम लोग नहीं सीखेंगे तो कोई फायदा नहीं है। इसलिए हाबिल का जो है प्रायोगिक बातों को हम लोग सीखते हुए आज का मनन को हम लोग समाप्त करेंगे। Praise the Lord. Hallelujah. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു വരുന്ന ചിന്ത, റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് മാറ്റേഴ്സ്, നോട്ട് റിലിജിയൻ. മതപരമായ അല്ലെങ്കിൽ പുറമേ കാണുന്നതായ കാര്യങ്ങളല്ല, ദൈവവുമായിട്ടുള്ള ആത്മബന്ധമാണ് പ്രാധാന്യമെന്ന് ഹാബേൽ നമ്മെ ഒന്നാമതായിട്ട് പഠിപ്പിക്കുകയാണ്. റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് മാറ്റേഴ്സ്, നോട്ട് ദ റിലിജിയസ് ആക്ടിവിറ്റി. പുറമേ കാണുന്നതായ കാര്യമല്ല. तो सबसे पहला बात हाबिल हमें यही सिखाता है कि परमेश्वर के साथ एक संबंध हमें बहुत जरूरी है। एक धर्म का एक जिंदगी नहीं, एक धार्मिकता का एक जीवन नहीं, मगर बाहर में जो दिखने वाला जीवन से ज्यादा, बाहर में हम दिखाने वाला जीवन से ज्यादा प्रभु के साथ एक घनिष्ठ रिश्ता होना, एक गहरा रिश्ता होना बहुत जरूरी है। ये सबसे पहला मुद्दा जो हाबिल हमें जो है सिखाते। Praise the Lord. Hallelujah. He pleased God by his life, not by his offerings. Praise the Lord. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ അടിസ്ഥാനത്തിലാണ്. അടിസ്ഥാനത്തിലല്ല. അതാണ് മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മതങ്ങൾ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഇത് കൊണ്ടുവരണം, നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ അത് ചെയ്യണം. അങ്ങനെ നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ കൊണ്ട് പ്രസാദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ മതങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള ഒരു രീതിയെ കൈനും പ്രസന്റ് ചെയ്യുമ്പോൾ, ഹാബേൽ നമ്മളോട് പറയുന്നത്, ദൈവത്തിന് നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ കൊണ്ടല്ല ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്, നിങ്ങളുടെ ജീവനെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. റിലേഷൻഷിപ്പ് മാറ്റേഴ്സ്. Praise the Lord. हम लोग का जिंदगी जो है हम परमेश्वर के सामने बहुमूल्य है, क्योंकि कईन हमें यही सिखाते हैं कि एक धर्म का जीवन जीने से, परमेश्वर के सामने कुछ भी हम लोग लाने से उस पर प्रसन्न होता है। धर्म जो है वैसे लोगों को सिखाता है। परमेश्वर या ईश्वर आपका जीवन में प्रसन्न होना है, आप फलना चीजों को प्रभु के पास लाना है, फलना नंबर जो है आपको लाना पड़ेगा, फलना जो है किलो आपको लाना पड़े। इस प्रकार का बात जो है हम लोगों को धर्म सिखाते हैं। लेकिन हाबिल हमें बता रहा है कि परमेश्वर के सामने हम ग्रहण योग्य होने के लिए हमारा धर्म का बाहरी प्रक्रिया से ज्यादा परमेश्वर के साथ एक गहरा रिश्ता होना जरूरी है। जो विश्वास पर आधारित एक रिश्ता होना बहुत जरूरी है। हालेलुया. Lord, hallelujah. നമ്മൾ ഒരു വ്യക്തിക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആദ്യം ബന്ധമാണ്, പിന്നീടാണ് ഗിഫ്റ്റ്. നേരെ തിരിച്ചുള്ളതായ ഏതെങ്കിലും ബന്ധങ്ങൾ നിങ്ങൾക്ക് ഓർക്കുവാൻ സാധിക്കുമോ? പറ്റത്തില്ല. അങ്ങനെയുള്ളതായ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആളുകൾ ഓർക്കുന്നത് ഗിഫ്റ്റിനെ ആയിരിക്കും, നിങ്ങളെയല്ല. ഇവിടെ ദൈവം പറയുന്നത് റിലേഷൻഷിപ്പ് മാറ്റേഴ്സ്, നോട്ട് ദി gifts. Praise the Lord. मानकर चलिए आपने किसी एक व्यक्ति को जो है कुछ गिफ्ट देना चाहते हैं, और गिफ्ट देने से पहले आपको उन व्यक्ति के साथ एक रिश्ता होना बहुत जरूरी है। मानकर चलिए कोई भी व्यक्ति के साथ रिश्ता आपको नहीं है, लेकिन आप फिर भी उसको कोई तोहफा दे रहा है, तो वो व्यक्ति जो है आपको कभी भी याद नहीं रखेंगे, लेकिन आपका तोहफा को हमेशा याद रखेंगे। लेकिन यहाँ पे हमें जो है हाबिल का जिंदगी हमें यही सिखाते हैं, हमें रिश्ता बहुमूल्य है। रिलेशनशिप मैटर्स, रिश्ता बहुमूल्य है। हम जो प्रभु के सामने देने वाला चीज से ज्यादा परमेश्वर के साथ हमारा रिश्ता जो है प्रभु के सामने बहुमूल्य है। हालेलुया. നോക്കിയേ, നിങ്ങളുടെ വീട്ടിലോട്ട് ഒരു പാഴ്സൽ വരികയാണ്. നിങ്ങൾക്കറിയത്തില്ല ആരാണ് ആ ഗിഫ്റ്റ് അയച്ചതെന്ന്. നിങ്ങളുടെ മനസ്സുകൊണ്ട് അത് സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് യാതൊരു സന്തോഷവും കാണത്തില്ല. കാരണം നിങ്ങൾക്ക് ആ വ്യക്തി അയച്ചത് ആരാണെന്ന് അറിയത്തില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇതുപോലാണ് ദൈവം ചില യാഗങ്ങളെയും ചില കാര്യങ്ങളെയും നമ്മെ നോക്കിക്കൊണ്ട് പറയുന്നത്, ഐ ഡോണ്ട് നോ യു. എങ്ങനെ ഐ ക്യാൻ റിസീവ് സംതിങ് ഫ്രം സംബഡി ഹൂം ഐ ഡോണ്ട് നോ? അല്ലേ? മത്തായി സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിലും കർത്താവ് പറയുന്നു, ദൈവമേ ഞങ്ങൾ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവ് പറഞ്ഞു, ഐ നെവർ ന്യൂ യു.
നിങ്ങളെ ഞാൻ എന്ത് ചെയ്യത്തില്ല, അറിഞ്ഞിട്ടില്ല. അറിയാത്ത ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെ എനിക്ക് പ്രസാദിക്കുവാനായിട്ട് സാധിക്കും? Knowing God is important. तो यहाँ पे मान के चलिए आप लोग का घर में एक दिन एक तोहफा आ रहा है या एक पार्सल आ रहा है, और आपको नहीं मालूम कौन व्यक्ति या किसने जो है पार्सल आपके लिए जो है भेजा है। आप कितना जो है उसको पसंद करेंगे, कितना जो है आप उस पार्सल को खोलने के लिए प्रयास करेंगे, कितना आप उसको जो है अच्छा समझेंगे। आपको बिल्कुल वो अच्छा नहीं लगेगा, क्योंकि आप जो है वो पार्सल भेजा हुआ व्यक्ति कौन है आपको नहीं मालूम, और एक अपरिचित व्यक्ति जो है उस पार्सल जो है आपके लिए भेजा है। तो इस प्रकार परमेश्वर भी जो है हमें कहेंगे कि आप जो है क्या क्या करते हैं प्रभु के लिए वो बहुमूल्य नहीं, मगर आपको परमेश्वर के साथ जो रिश्ता बहुमूल्य समझना चाहिए। इसलिए जो है मत्ती समाचार में हम लोग पढ़ते हैं, कुछ लोग जो है भूत को निकाल दिया, कुछ लोग चंगाई किया, लेकिन परमेश्वर जो है उनसे कहते हैं मैं तुम्हें कभी नहीं जानता हूं, मैं आई डोंट नो यू, मैं तुम्हें कभी नहीं जानता हूं। तो परमेश्वर को जानना सबसे मुख्य बात है। हालेलुया, प्रेज द लॉर्ड। ഇത് കുറച്ചുകൂടി മനസ്സിലാക്കുവാനായിട്ട് യൂദയുടെ ലേഖനം 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കേണ്ടതായിട്ടിരിക്കുന്നു. യൂദയുടെ ലേഖനം 11-ാമത്തെ വാക്യം. ഇങ്ങനെയാണ് യൂദ പറയുന്നത്, Woe to them, they have traveled the path of Cain. കയീന്റെ വഴിയിൽ അവർ നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ യൂദ അവിടെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിഫൈൻ ചെയ്യുകയാണ്. കയീന്റെ വഴി എന്ന് പറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈൽ. എന്താണ് ആ ലൈഫ് സ്റ്റൈലിന്റെ പ്രത്യേകത? ബന്ധമില്ല, ഓഫറിങ്സ് മാത്രം, പ്രവർത്തികൾ മാത്രം, പ്രസാദിപ്പിക്കുവാൻ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കത്തക്ക രീതിയിലുള്ള പരീശന്മാരുടെ പ്രവർത്തികൾ മാത്രം. അതൊരു ലുക്രേറ്റീവ് ലൈഫ് സ്റ്റൈലായി കയീൻ ഡെവലപ്പ് ചെയ്ത് സമൂഹത്തിന് പ്രസന്റ് ചെയ്തു. यहाँ पे जो है यहूदा का पत्री उसका 11 पद में हम लोग एक और पद पढ़ते हैं, उन पर हाय क्योंकि वे कयीन की सी चाल चले और मजदूरी के लिए बिलाम के स्पष्ट जाते हैं। तो यहाँ पे यहूदा जो है हमें सिखा रहा है कयीन का एक चाल होता है, कयीन चलने का एक तरीका होता है। वो तरीके ही है कि परमेश्वर के साथ रिश्ता नहीं है, लेकिन परमेश्वर को कई चीज देने के लिए हम लोग तैयार रहते हैं, प्रभु को कई बात हम लोग देते रहते हैं, लेकिन प्रभु के साथ हमें रिश्ता नहीं है। उस प्रकार का जिंदगी में परमेश्वर बिल्कुल प्रसन्न नहीं रहते हैं, और कई का जो इस प्रकार का चाल चलन को परमेश्वर बिल्कुल प्रसन्न नहीं रहते। യൂദ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, കയീന്റെ വഴി അത് വളരെ ഫേമസ് ആയ ഒരു ലൈഫ് സ്റ്റൈലായി മാറി. ഈസി ടു അഡോപ്റ്റ്, വളരെ എളുപ്പമാണ്. ബന്ധങ്ങളില്ല, ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പെരിഫറൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്സ് മാത്രമേ ഉള്ളൂ, പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിഫൈൻ ചെയ്ത് കയീൻ അത് ആളുകൾക്ക് വിൽക്കുവാൻ ആരംഭിച്ചു. ഭയങ്കര ഡിമാൻഡാണ് മാർക്കറ്റിൽ ഈ സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുവാൻ. നമുക്കറിയാം ഈ ഡയറ്റിങ്ങിന്റെ പല സ്റ്റൈലുകളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഈ പല രീതിയിലുള്ള ഡയറ്റിംഗ് സ്റ്റൈലൊക്കെ വരുമ്പോൾ ആളുകൾ അതിൽ അട്രാക്റ്റഡ് ആകും. കീറ്റോ ഡയറ്റ്, അങ്ങനെ പല സ്റ്റൈലുകൾ. അതുപോലെ കയീൻ ഒരു ലൈഫ് സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കയീന്റെ വഴി, പാക്കേജ് ബൈറ്റ്, വളരെ ഈസിയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി കുറച്ച് യാഗങ്ങളും കുറെ ഓഫറിങ്സും ചില ടൈത്തും ഒരു പ്രസംഗവും ഒരു വർഷിപ്പും ഒരു ആത്മീയതയുടെ മുഖംമൂടിയൊക്കെ അണിഞ്ഞ് അങ്ങ് പോയാൽ മതി, ബന്ധങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വഴി കയീൻ പ്രസന്റ് ചെയ്യുക. और कयीन जो है ऐसा एक जिंदगी जो है प्रस्तुत किया है जो लोगों को बहुत पसंद आ गया, लोग जो है उसमें बहुत आकर्षित हो गया। वो प्रस्तुत किया हुआ रास्ता यही है कि परमेश्वर के लिए आप देते रहिए, आप परमेश्वर के लिए बाहरी तौर से कुछ करते रहिए, आप सत्य में रहते हुए परमेश्वर के नाम ले लीजिए, लेकिन आपको परमेश्वर के साथ एक रिश्ता होने का कोई जरूरत नहीं है। इस प्रकार का जिंदगी जो है
बहुत बिक्री का हो गया है, बहुत लोग जो है उसी में आकर्षित हो गया। बहुत लोग सोचा कि इस प्रकार का जिंदगी जीना बहुत आसान है, परमेश्वर का मांगोंगो जो देने के वजह से हम पूरा कर सकता है तो हम देते रहेंगे, परमेश्वर के साथ रिश्ता बनाने का कोई जरूरत नहीं है। इस प्रकार का एक मार्केटिंग या इस प्रकार के एक जिंदगी, इस प्रकार के एक तरीका को कईन ने जो है बेच दिया या कईन ने प्रस्तुत किया, और लोग जो है उसको खरीदने के लिए बहुत आकर्षित होकर लोग उसके पास आ गया। നമ്മൾ വിചാരിക്കും ഇത് ഉൽപ്പത്തി പുസ്തക സമയത്ത് നടന്ന സംഭവമാണ്. എന്നാൽ ഇതും ഒരു പുതിയ പാക്കേജിൽ ഇന്ന് സഭകൾക്ക് ലഭ്യമാണ്. കൈയിന്റെ വഴി എന്താണെന്ന് അറിയാമോ? മെസ്സേജിനേക്കാൾ വ്യക്തികൾക്കുള്ള പ്രാധാന്യം, റിയൽ വർഷിപ്പിനേക്കാൾ എക്സ്പീരിയൻസിനുള്ള പ്രാധാന്യം, വചനം അനുസരിക്കുന്നതിനേക്കാൾ കേൾക്കുന്നതിനുള്ള പ്രാധാന്യം, ഹൃദയം സമർപ്പിക്കുന്നതിന് പകരം പുറമെയുള്ള ആംഗ്യങ്ങൾക്കുള്ള പ്രാധാന്യം. ഇതാണ് കൈയിന്റെ വഴി. Praise the Lord. ये कईन का रास्ता हम लोग मसीहत में भी हम लोग देख सकता है कि उसमें यही है कि वचन सुनने का इच्छा तो है, लेकिन उसको प्रायोगिक तौर से करने का इच्छा नहीं है। वचन बोलने वाला व्यक्ति को लोग आराधना करता है, लेकिन उसके पीछे जो वचन बोलने वाला परमेश्वर को महिमा नहीं करते हैं, और बाहरी तौर से परमेश्वर को प्रसन्न करने के लिए अलग अलग तरीका को इस्तेमाल करते हैं, लेकिन परमेश्वर के साथ एक रिश्ता जो है नहीं बनाते हैं। तो वचन हम लोग सुनते हैं, लेकिन उसको मानने के लिए, उसको करने के लिए तैयार नहीं रहने वाला जो जिंदगी, वो कईन का बराबर जो है एक जीवन शैली है। ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിനെ നമ്മൾ എക്സ്പീരിയൻസ് എന്നാണ് വിളിക്കുന്നത്. എക്സ്പീരിയൻസ്. You come to this church for the experience. Come on. കൈയിന്റെ വഴിയിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുകയാണ്. കൈയിന്റെ വഴി വളരെ പ്രബലമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് രാത്രി കാലം ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഹാബേലിന്റെ വഴിയിലേക്ക് വരാം, ബന്ധത്തിന്റെ വഴിയിലേക്ക് വരാം, റിലേഷൻഷിപ്പിന്റെ ആഴത്തിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമുക്ക് വരാം. മതപരമായ ആചാര ചടങ്ങുകളോട് വിട പറഞ്ഞുകൊണ്ട് ക്രിസ്തുവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് സഭ മടങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരട്ടെ. तो कलीसिया जो है यही करते हैं कि लोगों को मन फिराने से ज्यादा एक्सपीरियंस या अनुभवों पर जो है जोर लगाते हैं। अनुभव, आप परमेश्वर का ये अनुभव मिलने के लिए यहाँ पे आ जाइए, इस प्रकार जो है अलग अलग कलीसिया बोलते हैं। प्रभु के साथ एक रिश्ता को जो है लोग जोर नहीं लगाते हैं, और हृदय जो है अर्पण करने का विषयों के बारे में जोर नहीं लगाते हैं, और परमेश्वर के साथ जो है इस प्रकार का अनुभव सप्ताह में रहने वाला एक अवस्था जो है आजकल जो है मसीहत में हुआ है, कि इस प्रकार का जो अवस्था से हम लोग छूटकर हम लोग जो है परमेश्वर पर एक रिश्ता बनाने वाला, यीशु मसीह के साथ एक गहरा रिश्ता होने वाला, एक कईन का रास्ता को छोड़कर हम प्रभु के साथ एक रिश्ता बनाने वाला एक आत्मिक अवस्था में हम लोग इन दिनों में आना बहुत जरूरी है। हालेलुया। അനുഭവം എന്നുള്ള വാക്കിനേക്കാളായി കുറച്ചുകൂടി അർത്ഥവത്തായി തീരുന്ന അനുഭൂതി. അനുഭൂതിയുടെ ഒരു കാലഘട്ടമാണ്. ഇമോഷണൽ ഹൈപ്പ്, കണ്ടന്റ് ഇല്ലാത്ത, ബന്ധങ്ങളില്ലാത്ത ഒരു ഇമോഷണൽ ഹൈപ്പിലേക്ക് ജനങ്ങളെ നടത്തുന്ന കൈയിന്റെ വഴി. और कईन का रास्ता अनुभव जो शब्द है उससे अच्छा एक शब्द है भावनात्मक जो है, जो एहसास ऐसे जो है कह सकता है। भावनात्मक एहसास में लोगों को लेकर जाते हैं। परमेश्वर के साथ एक रिश्ता चाहिए, कोई जरूरत नहीं है, एक भावनात्मक एहसास में आप जाइए, उसी में आपको लगेगा आपको परमेश्वर के साथ एक रिश्ता है, लेकिन सही तौर से प्रभु के साथ कोई रिश्ता नहीं है। ये कईन का जो है जीवन शैली है। आमीन। ഹല്ലേലൂയ. രണ്ട് വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്ന തന്റെ വേദനയോടുകൂടി ഹൃദയത്തോടുകൂടി പറയുന്നതായ ഒരു വാക്യമാണ്. അതുപോലെ തന്നെ യെരമ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ഈ രണ്ട് വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തിന്റെ മനസ്സ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ഒരുപാട് വാക്യങ്ങളുണ്ട്.
ഐശ്യ പ്രവചനം യശയാവിന്റെ പ്രവചനം 1:11 ഇങ്ങനെയാണ് പറയുന്നത്, the multitude of your sacrifices, what are they to me, says the Lord. I have more than enough of burnt offerings of rams and the fat of fattened animals. और दो पद जो है, या कैन आई कंटिन्यू? Yeah. दो पद जो है हम लोग जो है इस विषयों के बारे में सीखना चाहिए। एक यशायाह नबी उसका पहला अध्याय 11 पद, और दूसरा यिर्मयाह नबी उसका 6 अध्याय उसका 20वां पद। यशायाह नबी उसका 1:11 में इस प्रकार कहते हैं, यहोवा ये कहते हैं, तुम्हारा बहुत से मेल बलि मेरे किस काम के हैं? मैं तो मेढ़ों को होम बलियों से और पले हुए पशुओं की चर्बी से अच्छा गया है। बछड़ों या भेड़ के बच्चों या बकरों के लहू से प्रसन्न नहीं होते हैं। हालेलुया। Praise the Lord. ഇവിടെ നോക്കിക്കേ, രക്തച്ചൊരിച്ചിലുള്ള യാഗമായിട്ട് പോലും ദൈവം ഇവിടെ പറയുകയാണ്, എനിക്ക് ഇതിലൊന്നും ഒരു പ്രസാദമില്ല. ഡു യു തിങ്ക് ദാറ്റ് ഐ നീഡ് ആനിമൽ സാക്രിഫൈസ്? ഞാൻ ഇങ്ങനെ ഈ ഓഫറിങ്ങിന് വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരു ദൈവമാണെന്നാണോ നിങ്ങളുടെ ചിന്താഗതി? എന്നിട്ട് അതിന്റെ അവസാനത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, വരിക നമുക്ക് തമ്മിൽ വാദിക്കാം. ഐ നീഡ് യു, നമുക്ക് തമ്മിൽ ഒന്ന് വാദിക്കാം, നമുക്ക് തമ്മിൽ ഒരു ബന്ധത്തിൽ ഏർപ്പെടാം. സ്റ്റോപ്പ് ഓഫറിംഗ് മീ, ഐ ഡോंट वांट दैट. यहाँ पे हम लोग देखते हैं कि प्रभु जो है इस्राएली लोगों से पूछ रहा है कि आप लोग क्या सोच रहा है कि मैंने जो है हमेशा बलि चाहने वाला एक परमेश्वर है, मैं हमेशा बलि के लिए जो है इंतजार करने वाला एक प्रभु है? बिल्कुल नहीं। आप लोग आइए, मैं जो है आप लोगों से बातचीत करना चाहता हूं, आप लोगों के साथ एक रिश्ता बनाना मैंने चाहता हूं। आप लोग खून बहने वाला बलि जो है बंद कर लीजिए, सबसे पहले आके मेरे साथ जो है एक रिश्ता बनाइए, हम लोग जो है वार्तालाप करेंगे, हम लोग बातचीत करेंगे। हालेलुया। Oh, praise the Lord. Look at Jeremiah 6:20. What do I care about incense from Sheba and sweet calamus from a distant land? Your burnt offerings are not acceptable. Your sacrifices do not please me. What you bring doesn't please me. I'm really sorry to say this. Jeremiah 6:20. और यिर्मयाह नबी का किताब उसका 6:20 में इस प्रकार लिखा है कि मेरे लिए जो लोबान शबा से और सुगंधित नरकट जो दूर देश से आता है, इसका क्या प्रयोजन है? तुम्हारा होम बलियों से मैं प्रसन्न नहीं हूं और न तुम्हारे मेल बलि मुझे मीठा लगता है। ഇവിടെ ദൈവം പറയുന്നത്, ആദ്യം നിങ്ങൾ, പിന്നീട് നിങ്ങളുടെ നന്മ പ്രവർത്തികൾ. അതുകൊണ്ട് പ്രവർത്തികൾ വേണ്ട എന്നല്ല അവിടെ പറയുന്നത്. ദാറ്റ് ഈസ് മൈ നെക്സ്റ്റ് പോയിന്റ്. ബന്ധമാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കേണ്ടതായ വസ്തുത. ഇവിടെയും നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. യിരെമ്യാവിന്റെ പ്രവചനത്തിലും അത് തന്നെയാണ് കാണുന്നത്. യുവർ സാക്രിഫൈസസ് ഡു നോട്ട് പ്ലീസ് മീ. കൈന്റെ വഴിയിൽ കൊണ്ടുവരുന്നതായ കാര്യങ്ങൾ, ബാഹ്യമായ കാര്യങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നുള്ള ഒരു രീതിയിലോട്ട് നമ്മൾ കടന്നു വരികയാണ്. അത് അപകടകരമാണ്. Praise the Lord. അതുകൊണ്ട് കൈന്റെ വഴി ഉപേക്ഷിച്ച് നമുക്ക് ഹാബേലിന്റെ വഴിയിലേക്ക് വരാം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം നമുക്ക് കാത്തു സൂക്ഷിക്കാം. तो यहाँ पे जो है कईन का रास्ता को छोड़कर हम लोग परमेश्वर का रास्ता में आना चाहिए। परमेश्वर यहाँ पे जो है यिर्मयाह नबी में भी हम लोग पढ़ते हैं कि परमेश्वर जो है हम लोग चढ़ाने का भेंट से ज्यादा जो प्रसन्न करने वाला चीज जो है, हम जो व्यक्ति पर है, हम जो व्यक्तिगत रिश्ता जो प्रभु के साथ जो रखते हैं, वही है एक धार्मिक जो है बाहर में हम लोग करने वाला कई एहसास या कई भावनाएं या कई तरीका को प्रभु प्रसन्न नहीं करते हैं। मगर प्रभु प्रसन्न करने वाला चीज जो है, हमारे साथ एक रिश्ता, एक गहरा रिश्ता में हम लोग जाने के लिए प्रभु इच्छा करते हैं। और कईन का रास्ता को छोड़कर हम परमेश्वर जो चाहने वाला, प्रभु जो उम्मीद करने वाला, वही रिश्ता में हम लोग इन दिनों में आने पाए। हालेलुया। Praise the Lord. ഞാൻ രണ്ടാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. ഫസ്റ്റ് തിങ് ഇസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് മാറ്റേഴ്സ്, നോട്ട്
the peripheral religious activities. Number two, personal characters matters, not the reputation, not the public profile, the personal character. ഓ, ആ സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകുവാനിടയായി തീരുന്നത്. Character, the integrity matters. और दूसरा मुद्दा में मैंने आने चाहता हूं, पहला मुद्दा मैंने बोला कि प्रभु के साथ एक रिश्ता प्रभु चाहता है, एक धर्म शैली का एक जिंदगी नहीं, मगर रिश्ता में हम लोग आगे बढ़ना है। दूसरा मुद्दा यही है कि हमारा चरित्र जो है परमेश्वर के बराबर होना जरूरी है। लोग हमारे बारे में क्या बोलेंगे वो नहीं, मगर हमारा चरित्र कैसे है परमेश्वर के सामने, यीशु मसीह का चरित्र है हमारे अंदर में, ये बात हम लोग समझना चाहिए। और वो चरित्र हमारे अंदर में होने के लिए हम लोग जो है इंतजार करना चाहिए। നമുക്ക് ഹാബേലിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാം. ഹാബേലിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വന്തം സഹോദരനാൽ കൊല്ലപ്പെട്ട ആദ്യത്തെ വ്യക്തി, ആദ്യമായി കൊലപാതകത്തിന് വിക്ടിമായി മാറിയ ആദ്യത്തെ രക്തസാക്ഷി. ഓ, അത്രമാത്രം പ്രയാസമേറിയ ഒരു സാഹചര്യത്തിലൂടെ പോയിട്ടും വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ടിടയായിത്തീരുന്നു. A man of character. तो हाबेल का जिंदगी के बारे में आप लोग जरा सा देख लीजिए कि उत्पत्ति के किताब में हम लोग पढ़ते हैं, सबसे पहला जो है मरा हुआ व्यक्ति, मतलब उसका भाई के द्वारा जो है मार दिया गया व्यक्ति, या सबसे पहले जो है उसका घात किया है, वो जो है उसका खून जो है बहाया है। और उसका जिंदगी जो है अपने भाई के कारण बहुत खतरनाक अवस्था से गुजरने के बाद भी, बहुत परेशानी से गुजरने के बाद भी परमेश्वर को प्रसन्न करने के लिए उन्होंने तैयार हो गया। वही उसका चरित्र का विशेषता। He was a victim of jealousy. He was a victim of an intentional plot. പാവം, തന്റെ സഹോദരൻ വയലിലേക്ക് വിളിച്ചപ്പോൾ ഒന്നും അറിയാതെ അവന്റെ കൂടെ പോയ ഹാബേൽ ഒരു അസൂയയുടെ വിക്ടിമായിരുന്നു താൻ. ഇത് നമ്മൾ മനസ്സിലാക്കുവാനിടയാക്കി. और जो कईन हाबिल जो है एक जलन होने का, कईन का जो है जलन का एक पात्र बन गया, या उसका परिणाम बन गया। उसका भाई उसको खेत में जब बुलाया, उन्होंने मासूम दिल के साथ जो है वो अपने भाई के पीछे जो है चला गया, सोचा कि भाई से जो है भाई बात करने के लिए बुला रहा है, लेकिन गया तो उसके लिए मृत्यु वहां पे इंतजार कर रहा था। इसके बाद भी उन्होंने जो है अपने भाई को जो है भरोसा करके जो है आगे बढ़ा। उसका जीवन में जो है खतरनाक परिस्थिति आने के बाद भी उन्होंने जो है उस अवस्था में एक सही चरित्र को दिखाया। അവൻ അവിടെ എതിർത്തതായി നമ്മൾ അവിടെ കാണുന്നില്ല. കാരണം അവന്റെ രക്തം, ഇന്നസെന്റ് രക്തം ഇന്നും ഒരു ജസ്റ്റിസിന് വേണ്ടി കേണുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തം, അതാണ് നമ്മുടെ ക്രിസ്തുവിന്റെ രക്തം. അതിലൂടെ ഞാൻ വരുന്നുണ്ട്. ഹാബേലിന്റെ രക്തം ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ നീഡ് ജസ്റ്റിസ്. ഓഹ്, ഐ നീഡ് ജസ്റ്റിസ്. പാവപ്പെട്ട ഇന്നസെന്റ് ആയ ഒരു വ്യക്തിയെ കൊന്ന ഒരു വ്യക്തിയായി കയീൻ മാറുവാനിടയായി തീർന്നു. ഹേബേൽ വാസ് ഇന്നസെന്റ്. ഹാബേൽ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു character, gem of the character, ownership उल्ला एक व्यक्ति आएगा। और हाबिल जो है बहुत जो है मूल्यवान एक गुण का, मूल्यवान स्वभाव का एक व्यक्ति था। इसलिए बाइबल जो है कहते हैं, अभी भी कईन का खून जो है चिल्लाते हैं कि मुझे धार्मिकता मुझे मिलना है, धार्मिकता मुझे मिलना है, क्योंकि उन्होंने एक मासूम दिल का व्यक्ति था। लोगों पर भरोसा उन लोग का चालाकी के बावजूद भी उन लोग जो है चतुराई करके जो है उनको घात करने के पहले भी उन लोग जो हाबिल जो है उन पर विश्वास करने वाला, भरोसा करने वाला एक व्यक्ति था। इसलिए जो है यीशु मसीह के लहू से, कईन का लहू से 72 जो है काम करने वाला यीशु मसीह के लहू के बारे में वगैरह जो है बाइबल में हम लोग पढ़ते हैं। और इसलिए कईन का लहू आजकल भी चिल्ला रहा है कि मुझे धार्मिकता दिलवाओ, मुझे धार्मिकता दिलवाओ। ഹാബേലിന്റെ രക്തം, हाबेल का खून, सॉरी, ഹാബേലിന്റെ രക്തം
ഇന്നസെന്റ് ആയിട്ടുള്ള രക്തം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്, ഈ സാക്ഷികളുടെ സമൂഹത്തിൽ നിന്നും ഹാബേൽ വന്ന് നമ്മളോട് പറയുന്ന കാര്യം എന്തെന്നറിയാമോ? സഹോദരന്മാരാൽ വഞ്ചിക്കപ്പെടുമ്പോൾ, അർഹിക്കാത്തതായ പല കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരുമ്പോൾ, വേദനയോട് കടന്നു പോകേണ്ടി വരുമ്പോൾ, അസൂയയുടെ പാത്രീഭൂതരായി മാറുമ്പോൾ, വിശ്വാസത്തിൽ തളർന്നു പോകരുത്. എന്നെ നിങ്ങൾ ഓർക്കണം, എന്നെ നിങ്ങൾ ഓർക്കണം. Praise the Lord. और ये हाबिल हमें जो है यही कहते हैं, लोग जो है जलन होकर तुमको देखने के कारण, लोग जो है तुम्हें जलन के कारण, तुम्हारा विरोध में कुछ काम करने के कारण, लोग जो है तुम प्रभु को जानने के कारण, तुम्हारा विरोध करने के कारण, और सारे समय में, सारे वक्त में तुम लोग जो है वो हताश नहीं होना, परेशान नहीं होना। तुम लोग मुझे देखिए, मैंने जो है इसको सामना करके जो है आगे बढ़ा एक व्यक्ति है। അതെ, ആ ഹാബേലിന്റെ ക്യാരക്ടറിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മൂർത്തിഭാവം അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ്നെസ് ആണ് നമ്മൾ കാൽവറിയിൽ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ അടിച്ച്, അവനെ അതുപോലെ മുറിവേൽപ്പിച്ച്, അവനെ അതിലൂടെ വേദനയിലൂടെ കടത്തിവിട്ടിട്ടും അവരെ നോക്കിക്കൊണ്ട് നമ്മുടെ അരുമനാഥൻ പറയുകയാണ്, കർത്താവേ ദൈവമേ, നീ ഇവരോട് ക്ഷമിക്കണമേ, നീ ഇവരോട് ക്ഷമിക്കണമേ, ഇവരിൽ നിന്ന് ചെയ്യുന്ന ഇവർ അറിയായികയാൽ, they don't know what they are doing, please forgive them എന്ന് പറഞ്ഞ് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിച്ച നമ്മുടെ അരുമനാഥനായ ക്രിസ്തുവിന്റെ എക്സാമ്പിളും നമുക്കുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ഈ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് നമുക്ക് എൻകറേജ്മെന്റ് ആണെങ്കിലും അതിന്റെ ഫൈനൽ പൂർത്തീകരണം നടന്നത്, അതിന്റെ സമാപ്തി നടന്നത് ക്രൂശിലാണ്. ദ പെർഫെക്റ്റർ ഓഫ് ഫെയ്ത്ത് ആണെന്ന് പറയുവാൻ നമുക്കുള്ളത് നമ്മുടെ ഹീറോ ആയിരിക്കുന്ന കർത്താവാണ്, വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്നവനായകൻ. और हम लोग समझना चाहिए कि ये जो है हाबिल का मृत्यु का पूर्तिकरण हम लोग जो है क्रूस पर दिखता है। वहां पे क्रूस पर जो है यीशु मसीह को जब मारा गया, यीशु मसीह को जब क्रूस पर लटकाया गया और उसको जो है वो कोड़े लगवा दिया और उसका शरीर को पंक्चर किया, सारा जो है यीशु मसीह के विरोध में शरीर को जो है एकदम परेशान करने के वक्त में यीशु मसीह एक ही प्रार्थना जो है चिल्लाया कि हे प्रभु, इन लोगों को क्षमा कीजिए, क्योंकि ये लोग नहीं जानते हैं लोग क्या कर रहा हो। इस प्रकार हाबिल का जिंदगी से 72 एक जीवन जो है यीशु मसीह हमें दिखाया। इसीलिए 12 अध्याय में हम लोग जो है गवाह होगा, इतना बड़ा समूह के बारे में बोलने के बाद जो है हमें कहते हैं कि सिद्ध करने वाला यीशु मसीह की ओर ताकते रहो, क्योंकि हाबिल का जो है परिपूर्णता, हाबिल का जिंदगी का पूर्णता हम लोग देखते हैं यीशु मसीह का जिंदगी में। Praise the Lord. അതുകൊണ്ടാണ് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുവാൻ നമ്മുടെ കർത്താവിന് സാധിച്ചത്. നമ്മുടെ കർത്താവിന്റെ രക്തം അതിനേക്കാൾ പരിപാവനമാണ്. നിങ്ങളും ചിന്തിച്ചു നോക്കിയേ, ക്രൂശിൽ ഈ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തു പ്രതികാരം ചെയ്യുമായിരുന്നെങ്കിൽ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമെന്ന് യേശു ക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ച് പറയാൻ സാധിക്കില്ല. അവൻ സഹിപ്പാനിടയായി തീർന്നു, അവൻ ക്ഷമിപ്പാനിടയായി തീർന്നു. എന്നിട്ട് എബ്രായ ലേഖന കർത്താവ് നമുക്ക് പറയുകയാണ്, എപ്പിറ്റോം ഓഫ് ഹ്യൂമിലിറ്റി, അല്ലെങ്കിൽ സഹിഷ്ണുതയുടെ മൂർത്തിഭാവം എന്ന് ഞാൻ പറയുന്ന, നമ്മൾ വിചാരിക്കുന്ന ഹാബേലിന്റെ രക്തത്തെക്കാൾ പൂർണ്ണതയുള്ള ഒരു വ്യക്തിയെ ഞാൻ കാണിച്ചു തരാം. ക്രൂശിലോട്ടൊന്ന് നോക്കണം, അവനാണ് നമ്മുടെ നായകൻ. Praise the Lord. Hallelujah. तो इसलिए जो है इब्रानियों का पत्री में हम लोग पढ़ते हैं कि इब्रानियों का जो है रचयिता हमें जो है बता रहा हूं कि जो है मैंने जो है एक खून आपको दिखा देंगे। वो खून जो है हालेलुया, वो जो हाबिल का लहू से और बेहतरीन बात करने वाला एक लहू है। हाबिल का लहू से जो है और उत्तम तरीका में बातचीत करने वाला एक लहू है। वो लहू जो है और किसी का लहू नहीं मगर यीशु मसीह का लहू है, क्योंकि यीशु मसीह का लहू हाबिल का लहू से बेहतरीन बात करते हैं। मान के चलिए, अगर यीशु मसीह को क्रूस पर चढ़ने के वक्त में सारा शत्रुओं को नाश कर देता, तो जो हाबिल का लहू से बेहतरीन यीशु मसीह का लहू नहीं होता। लेकिन हाबिल से जो है और बेहतरीन तौर से श्रेष्ठ स्वभाव रखते हुए, श्रेष्ठ मूल्य रखते हुए, उसका दुश्मन के लिए जो है वो क्षमा करने के स्वभाव दिखाते हुए यीशु मसीह प्रार्थना किया। इसलिए जो है यीशु मसीह का स्वभाव जो है हाबिल का स्वभाव से जो है और बेहतरीन हमें जो है पाए जा सकता है। हालेलुया।
Praise the Lord. Hallelujah. കൈൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, വളരെ രസകരമായ ഒരു ചോദ്യമുണ്ട്. എനിക്ക് എന്താ ഒരു കുഴപ്പം? Why are you not pleasing with my offering? എന്തുകൊണ്ട് നീ ആബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു? എന്നോട് നിനക്ക് എന്താ പ്രശ്നം? What is problem with me? നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് എന്താ ഒരു കുഴപ്പം? You know what God answered? കൈനെ, നിന്റെ സ്നേഹിതൻ ആരെന്ന് അറിയണമോ? നിന്റെ വാതിക്കലേക്ക് നോക്കണം. നിന്റെ വാതിക്കൽ നീയുമായി സംബന്ധം പുലർത്തുവാൻ നോക്കി നിൽക്കുന്നത് പാപമാണ്. നീ നന്മ ചെയ്താൽ ഞാൻ നിന്നിൽ പ്രസാദിക്കയില്ലയോ? പാപവുമായിട്ട് കളിക്കുന്ന നിന്നിൽ പ്രസാദിക്കുവാൻ എനിക്ക് സാധിക്കയില്ല. വാതിക്കൽ കിടക്കുന്ന പാപത്തോട് നീ പോരാടണം, എങ്കിൽ നിന്റെ ജീവിതത്തിൽ ഞാൻ പ്രസാദിക്കാം. Be a man of character, Cain, and then come to me. तो काइन जो है पूछ सकता, काइन जो है परमेश्वर से पूछा कि मेरे जिंदगी को क्या कमी है, क्यों मेरा जीवन में जो है प्रसन्न नहीं किया है। तो ये सवाल जो है हम लोग भी परमेश्वर से कभी कभी पूछते हैं कि हम लोगों को क्या कमी है, क्यों आप मेरा जीवन से प्रसन्न नहीं रहते हैं, क्यों परमेश्वर को मुझे प्रसन्न नहीं कर पाते हैं। परमेश्वर काइन से बोलना चाहता हूं, काइन मुझे आपको यही दिखाना है कि तुम्हारा मित्र कौन है। तुम्हारा मित्र जो है पाप है, वो तुम्हारे द्वार पर जो है वो जो है खड़ा है या बैठा है। तुम उसके ऊपर में प्रभुत्वता करना है। तुम पाप के साथ मेरे सामने आएगा, तुम पाप के साथ मेरे साथ आएगा, तो मेरे उस पर जो है भरोसा, मेरे उस पर प्रसन्न नहीं कर सकता हूं। आप पाप को जीतने वाला एक व्यक्ति बनकर या पाप को जीतते हुए मेरे पास आइए, उसी में मैं प्रसन्न कर लेंगे। इसलिए काइन का जीवन से जो है परमेश्वर प्रसन्न नहीं किया। Praise the Lord. Hallelujah. അതുകൊണ്ടാണ് 12-ാം അധ്യായം എബ്രായ ലേഖനത്തിൽ വായിക്കില്ല, ഈ ക്ലൗഡ് ഓഫ് വിറ്റ്നസസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. മരണം വരെ എതിർത്ത് നിൽക്കുവാനിടയായി തീരണം. അതും നമ്മൾ ക്രൂശിൽ കാണുവാനിടയായി തീർന്നു. പാപം ചെയ്യാത്ത, പാപത്തോട് പോരാടി ജയിച്ച് സാത്താനെ ആയുധവർഗം വെപ്പിച്ച ക്രിസ്തു എന്ന നായകനെ നോക്കിക്കൊണ്ട് നമ്മുടെ യാത്ര തുടരുവാനിടയായി തീർന്നു. तो इसलिए जो है हालेलुया, ये वचन जो है हमें सिखाते हैं कि पाप को जीतने वाला एक गुण हमारे अंदर में होना चाहिए। पाप को जीतते हुए जो है यीशु मसीह की ओर ताकते हुए एक जीवन हमें इन दिनों में जीना बहुत अनिवार्य है। हम जो है पाप का जीवन को जीत कर ही परमेश्वर का प्रसन्नता हमें पा सकता हूं, हमें मिल सकता हूं, और वैसे एक जीवन के लिए प्रभु आजकल हमें आमंत्रण करते। Praise the Lord. Our character speaks about what you are being, but our reputation, the profile, speaks about what you appear to be. Right? Your character speaks your face, but your reputation represents the photograph. Photograph can be, photo can be, modeled or changed by a lot of means, but the character represents the face, but the reputation represents the photograph. तो हमारा जो है कैरेक्टर जो है, हमारा स्वभाव जो है हमारा चेहरा को दिखाते हैं। हो सकता है हम लोग का रेप्यूटेशन जो है हम लोग को अच्छा दिखेगा, लेकिन हमारा स्वभाव जो है, परमेश्वर हमारा स्वभावों को देखना चाहता है। प्रभु हमारा चरित्र को देखना चाहता है। हम बाहर में कैसे हैं, लोगों के सामने कैसे हैं, कौन सा फोटो में हम दिखना चाहते हैं, उसके ज्यादा प्रभु ये देखना चाहता है कि हमारा स्वभाव और हमारा कैरेक्टर या हमारा चरित्र कितना जो है बेहतर है। Comparison is like, reputation is like the photograph, but the character is like your real face. तो ये जो है तुलना इस प्रकार है, आपका रेप्यूटेशन या आपका नाम जो है एक चित्र का या एक तस्वीर का बराबर है, लेकिन आपका चरित्र जो है आपका चेहरा जैसे है उसका बराबर है। तुलना ये दोनों से करना जरूरी है। നമ്മൾ പലപ്പോഴും ചിലരുടെ ഫോട്ടോ എല്ലാം കണ്ടിട്ട് റിയൽ ആയിട്ടുള്ള ഫേസ് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. ഓ, ഈ ഫോട്ടോ വ്യക്തിയാണോ ഇത്? ഒത്തിരി വ്യത്യാസം.
അതാണ് കൈയിന്റെ വഴി എന്ന് പറയുന്നത്. Photograph looks great, but when you look at the face, it looks ugly. और कभी कभी हम लोग किसी का फोटो को देखने के बाद वो असली व्यक्ति को देखने के समय में हम लोग ये सवाल पूछते हैं, क्या जिन व्यक्ति को मैंने फोटो में देखा वही व्यक्ति है यही? क्योंकि फोटो जो है कभी हमें और अच्छा दिखता है, लेकिन असली व्यक्ति उतना अच्छा नहीं रहता है देखने में। तो यही जो है काइन का रास्ता है। काइन का रास्ता में कि हमें जो है और अच्छा दिखने वाला या लोगों के सामने दिखाने वाला एक प्रलोभन जो है वहां पे पाए जाते हैं, लेकिन परमेश्वर सही में हमारा असलियत को देखना चाहता है या हमारा असली स्वभाव को देखना चाहते हैं। ഞാൻ അവസാനത്തെ ചിന്തയിലേക്ക് വരികയാണ്. Relationship with God matters, not the peripheral religious activity. Personal characters matter, not the public profile like reputation. And number 3, approval of God matter, not the uploads of men. ദൈവത്തിന്റെ അപ്രൂവൽ ആണ് പ്രാധാന്യം. ഇവിടെ കാണുകയാണ്, ഗോഡ് സ്പോക്ക് ഓഫ് ഏബൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മനുഷ്യരല്ല, ദൈവം ഹാബേലിനെ കുറിച്ച് പറഞ്ഞു. നോട്ട് ദി അപ്ലോഡ്സ് ഓഫ് മെൻ. മനുഷ്യന്റെ കയ്യടികളല്ല പ്രാധാന്യം, ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ് പ്രാധാന്യം. और हम लोग जो है 3 बातों को देख के आ रहा था। आखिरी मुद्दा में मैंने आज बताना चाहता हूँ। पहले मैंने बोला कि हमारा धर्म शैली का जिंदगी से ज्यादा प्रभु हमारा रिश्ता को पसंद करते हैं। दूसरा मैंने बोला कि हम लोगों का नाम, लोगों के सामने हमारा नाम जो है कमाने से ज्यादा प्रभु हमारा चरित्र को या स्वभाव को देखना चाहता हूँ। और तीसरा बात मैंने यही बताना चाहता है कि परमेश्वर का प्रसन्नता हमें मिलना जरूरी है। लोगों का जो है आदर मिलने से ज्यादा, लोगों का जो है सराहना मिलने से ज्यादा हमें जो है परमेश्वर का प्रसन्नता या परमेश्वर का प्रीति हमारा जीवन में मिलना बहुत जरूरी है। Praise the Lord. അതിന്റെ 4ാമത്തെ വാക്യം 11:4 ഇങ്ങനെയാണ് പറയുന്നത്, by faith he was commended as righteous when God spoke well. God spoke well. മനുഷ്യരല്ല, കൊണ്ടുവന്നവർ ഒരു പക്ഷേ, കണ്ടവർ ഒരു പക്ഷേ കൈയിന്റെ യാഗത്തിലെല്ലാം സർട്ടിഫിക്കറ്റ് കൊടുത്തായിരിക്കാം. പക്ഷെ when God looks at the heart, God spoke well. ദൈവം നമ്മെ കുറിച്ച് പറയണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. God spoke well. तो यहाँ पे जो है इसका 11 का 14 पद में यहाँ पे लिखा हुआ है कि उसके धर्म होने की गवाही जो है दिया है परमेश्वर ने, उसके बेटों के विषय में गवाही दिया है, लिखा है। तो परमेश्वर हमारे बारे में गवाही देना है कि लोग हमारे बारे में क्या गवाही देते हैं, उससे और जो है हम लोग यही चाहना चाहिए, यही ढूंढना चाहिए कि प्रभु हमारे बारे में क्या गवाही देंगे। हालेलुया। तो इसीलिए परमेश्वर का गवाही के लिए हम लोग इंतजार करना चाहिए, लोगों का गवाही के लिए नहीं। प्रभु हमारे बारे में क्या बोलते हैं। Praise the Lord. അങ്ങനെ ദൈവത്തിന്റെ അപ്രൂവൽ നമുക്കുള്ളപ്പോൾ മനുഷ്യർ നമ്മുടെ ജീവിതം കണ്ട് ഇൻഫ്ലുവൻസ് ആയിക്കോളും. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണെന്നല്ലോ, അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എലീശയെ കണ്ടപ്പോൾ ശൂന്യംകാരത്തി പറഞ്ഞു, ഇവളൊരു ദൈവപുരുഷനാണ്. Praise the Lord. പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ അപ്രൂവലുമായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വിശുദ്ധിനെ കാണുമ്പോൾ ലോകത്തിന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ലോകം മാത്രം മനസ്സിലാക്കുകയും ദൈവം അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രൊഫൈൽ നമുക്ക് വേണ്ട. ദൈവത്തിന്റെ അപ്രൂവലും അതിനോടനുബന്ധമായി ലോകം നമ്മെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നമുക്ക് ആവശ്യമുള്ളത്. और हम एलीशा नबी के बारे में मैंने काफी समय के पहले जो है बताया था। उसको देखने से जो है औरत ने बोला कि ये प्रभु का जो है एक दास है। तो इसलिए हमारा जीवन में जो जरूरी है वो यही है कि दुनिया हमें सराहने वाला एक जीवन और प्रभु हमें नहीं सराहने वाला एक जीवन नहीं, मगर दुनिया हमें सराहने दीजिए कोई बात नहीं, लेकिन सबसे ज्यादा प्रभु हमें सराहना चाहिए, प्रभु का गवाही हमें प्राप्त होना चाहिए और प्रभु का प्रीति हमारा जीवन में आना चाहिए। वही जिंदगी के बारे में हम ज्यादा खोजित होना या ज्यादा हम लोग खोजते रहना। हालेलुया। ഞാൻ എന്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. റിലേഷൻഷിപ്പ്,
character approval of God. ഈ ദിവസങ്ങളിൽ കയീന്റെ വഴി ഉപേക്ഷിച്ചുകൊണ്ട് ഹബേലിന്റെ വഴിയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവന്റെ ദാസൻ എന്നുള്ള വിളി കേട്ടുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. तो मैंने 3 बात जो है बताया. एक रिश्ता बहुत जरूरी है, दूसरा हमारा स्वभाव बहुत जरूरी है, तीसरा प्रभु का गवाही जो है बहुत जरूरी है. तो ये तीनों को हम लोग प्राप्त करते हुए कईन का रास्ता से निकल कर हम जो है हाबिल का रास्ता में या हाबिल का जैसा एक जीवन जीने के लिए प्रभु हमें सहायता करे और इस वचन के द्वारा परमेश्वर ने आपको आशीष करे. हालेलुया. बहुत धन्यवाद ब्रदर सिमजन जेकब. हालेलुया. परमेश्वर आपको बहुत आशीष करे. और आज के वचन के सामने हम